ശരിക്കും ഒരു സോളാർ പ്രോജക്റ്റ് ചെയ്യാൻ എത്ര ചിലവുണ്ട്, അല്ലെങ്കിൽ എത്ര കാശ് നമ്മൾ മുടക്കണം? ഇത് ഒരുപാട് പേർക്ക് നിരന്തരമായിട്ടുള്ള ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ നിന്ന് കൊട്ടേഷൻ എടുക്കുന്നു, കൊട്ടേഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവും, ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. ചില കൊട്ടേഷൻസിൽ ദിസ് വൺ ഓർ ഇക്വലൻ്റ്, അങ്ങനെ പല ടേംസും കാര്യങ്ങളായിട്ട് ഈ കൊട്ടേഷൻ മനസ്സിലാക്കാൻ തന്നെ വളരെ കഷ്ടപ്പാടാണ്. അപ്പോൾ ശരിക്കും ഒരു സോളാർ പ്രോജക്റ്റിന് നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ ഒരു കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ സഹായിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് സൂരജ്. ഞാൻ വഹിനി ഗ്രീൻ ടെക്നോളജീസ് എന്ന സോളാർ ഇൻ്റഗ്രേറ്റിംഗ് കമ്പനിയുടെ ഒരു ടീം അംഗമാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോജക്റ്റിൻ്റെ എലമെൻറ്റുകൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞു തരുന്നത്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കോസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കുമ്പോൾ, നമ്മൾ ആദ്യം ഒരു സോളാർ പ്രോജക്റ്റിൻ്റെ, ഒരു സോളാർ പ്ലാന്റിൻ്റെ എന്തൊക്കെ ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഇതിൻ്റെ മെറ്റീരിയൽ സൈഡാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് സോളാർ പാനൽ, പിന്നെ വരുന്നത് അതിൻ്റെ ഇൻവേർട്ടർ, പിന്നെ വരുന്നത് അതിൻ്റെ ഇലക്ട്രിക്കൽ വയറിങ്ങുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ സിസ്റ്റം മൊത്തം വരുന്നുണ്ട്. നാലാമത് വരുന്നത് ഇതിൻ്റെ സ്ട്രക്ചറൽ സൈഡ്, പിന്നെ അഞ്ചാമത് വരുന്നത് നമുക്ക് ലേബർ. ഇത്രയും ഘടകങ്ങളാണ് നമുക്കൊരു സോളാർ പ്രോജക്റ്റിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സോളാർ പാനലാണ്. ഈ സോളാർ പാനൽ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 14-15 രൂപ തൊട്ട് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളൊരു സബ്സിഡി പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഒരു 3 കിലോവാട്ട് പ്രോജക്റ്റിനെ നമ്മളൊരു എക്സാമ്പിളാക്കി എടുത്തിട്ടാണ് നമ്മൾ മൊത്തം കണ്ടന്റ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 3 കിലോവാട്ട് എന്ന് പറയാൻ കാരണം, ഏറ്റവും കൂടുതൽ നമ്മൾ സബ്സിഡി പ്രോജക്റ്റുകൾ വരുന്നതും സബ്സിഡിയിൽ മാക്സിമം 3 കിലോവാട്ട് വരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 3 കിലോവാട്ടിന് ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പം 3 കിലോവാട്ട് നമ്മൾ സബ്സിഡി പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുവിധം നല്ല പാനലുകളാണെങ്കിൽ ഏകദേശം 22 രൂപ തൊട്ട് 27 രൂപ വരെ വരും. ഇപ്പോൾ ടോപ്കോൺ ബൈഫേഷ്യൽ പാനലുകളൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. അപ്പം നമ്മൾ പെർ കിലോ വാട്ട് അല്ലെങ്കിൽ ഒരു പെർ വാട്ട് എന്നുള്ളത് ഒരു ശരാശരി നല്ലൊരു പാനൽ ആ ഒരു കണക്കിലെടുക്കുകയാണെങ്കിൽ ഏകദേശം 24 രൂപയാണ് ഒരു വാട്ടിന് വരുന്നത്. ഒരു പാനൽ വരുന്നത് 540 തൊട്ട് 560 വാട്ട് പീക്ക് വരെ വരുന്നുണ്ട്. ടോപ്പ് കോണിലൊക്കെ ആണെങ്കിൽ 580 വരെ വരുന്നുണ്ട്. ഈവൻ 600 വാട്ട്സിൻ്റെ പാനലുകളും മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം കാൽക്കുലേഷന് വേണ്ടിയിട്ട് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 24 രൂപ പെർ വാട്ട് 540 അല്ലെങ്കിൽ 550 വാട്ട് പീക്കിൻ്റെ പാനൽ എന്നുള്ളൊരു കണക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 14,500 രൂപ നമുക്ക് പാനലിന് വരും. അതായത് നമ്മൾ മൊത്തം ഒരു 6 പാനലാണ് ഒരു 3 കിലോവാട്ടിൻ്റെ സിസ്റ്റത്തിൽ വരിക. നമുക്ക് ടാക്സ് ഉൾപ്പെടെ ഏകദേശം 87,000 രൂപ പാനൽ കോസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഈ 3 കിലോവാട്ടിൻ്റെ പ്ലാന്റിൽ നമ്മൾ സബ്സിഡിക്ക് വേണ്ട DCR പാനലല്ല നമ്മൾ സാധാരണ പാനലാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശരാശരി ഒരു 18,000 രൂപയുടെയൊക്കെ ഒരു കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. 18,000 കുറച്ച് മുകളിൽ നമുക്ക് കുറവ് വരാൻ സാധ്യതയുണ്ട്, എടുക്കുന്ന പാനൽ അതിൻ്റെ ടൈപ്പും സൈസൊക്കെ അനുസരിച്ചിട്ട്. എങ്ങനെയായാലും നമ്മൾ സബ്സിഡി പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് 3 കിലോവാട്ടിൻ്റെ പാനൽ ചുരുങ്ങി ഇത് നമ്മൾ 87,000 രൂപ നമ്മൾ മുടക്കണം. ഈ 24 രൂപ തോതിലാണ് പാനലിന് കൊടുക്കുന്നതെങ്കിൽ. രണ്ടാമത് വരുന്നൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഇൻവേർട്ടറാണ്. ഇൻവേർട്ടർ സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ കേസിലാണ് ഞാനീ പറയുന്നത്. സ്ട്രിങ് ഇൻവേർട്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 17,000 രൂപ തൊട്ട് നമുക്ക് ഇൻവേർട്ടറുകൾ അവൈലബിൾ ആണ്. എന്നാലും നമുക്കൊരു മാർക്കറ്റിൽ ഒരു ശരാശരി കൊള്ളാവുന്ന ഒരു ഇൻവേർട്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 19,000 രൂപ വിത്തൗട്ട് ടാക്സ് നമുക്ക് ഇൻവേർട്ടറിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ പാനലും ഇൻവേർട്ടറും മാത്രമായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവില്ല. നമുക്ക് ഏറ്റവും ക്രിട്ടിക്കലായിട്ടും അല്ലെങ്കിൽ ഏറ്റവും വൈറ്റലായിട്ട് വരുന്ന ഒരു വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻ്റ് ആണ്. ഇലക്ട്രിക്കൽ കമ്പോണൻ്റ് പറയുന്നത് ജസ്റ്റ് ഇലക്ട്രിക്കൽ വയറിംഗ് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് DB വേണം. DB എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് DC സൈഡ് ഫ്യൂസ് വരുന്നുണ്ട്, DC സൈഡ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ വരുന്നു, AC സൈഡ് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ, MCB ബ്രേക്കേഴ്സ് വരുന്നുണ്ട്, ഐസൊലേറ്റേഴ്സ് വരുന്നുണ്ട്. ഇതിനെല്ലാം കൂടി ഒരു പെട്ടിയിലാക്കി ഒരു എൻക്ലോഷർ വരുന്നുണ്ട്. പിന്നെ കേബിൾ തന്നെ പലതരം കേബിളുകളുണ്ട്. സോളാർ DC കേബിൾസ് വരുന്നുണ്ട്. സോളാർ DC കേബിൾസിൽ തന്നെ E-beam ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്, ചില ആൾക്കാർ 4 സ്ക്വയറിൻ്റെ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്, ചില ആൾക്കാർ 6 സ്ക്വയറിൻ്റെ കേബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും ഇത് എങ്ങനെയും ഫൈൻ ട്യൂൺ ചെയ്യാം. അതേപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്ന സമയത്ത് എർത്തിങ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട്, ചില ആൾക്കാർ ചെയ്യുമ്പോൾ എർത്തിങ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. ഇതിനകത്ത് നമ്മൾ എന്തായാലും ഒരു മിനിമം
ഒരു ക്വാളിറ്റിയിലെങ്കിലും നമ്മൾ എർത്തിങ്ങും പ്രൊട്ടക്ഷൻ സിസ്റ്റം ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ലൈറ്റ്നിങ്, ഓവർ വോൾട്ടേജ്, സർജ് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇൻവെർട്ടറിൻ്റെ വാറണ്ടി നഷ്ടപ്പെടുന്ന സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്രൊട്ടക്ഷൻ സൈഡ് വല്ലാണ്ട് കോംപ്രമൈസ് ചെയ്യുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല. അതേപോലെ കേബിൾ സെലക്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 6ൻ്റെ കേബിൾ ഉപയോഗിക്കാം, 4ൻ്റെ കേബിൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു DC സിസ്റ്റം കറണ്ട് പുതിയ പാനലുകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 14-15 ആംപിയറാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കറണ്ടിൻ്റെ ഒരു 1.5 ടൈംസ് എടുത്തിട്ട് വേണം കറണ്ട് സർക്യൂട്ട് അതിൻ്റെ കേബിൾ സൈസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ടോട്ടൽ നമ്മൾ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ സിസ്റ്റം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം സിസ്റ്റം വോൾട്ടേജ് ഡ്രോപ്പ് 3 വോൾട്ടിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ 4 സ്ക്വയറിൻ്റെ കേബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് 4.5 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് നമ്മൾ 6 സ്ക്വയറിൻ്റെ കേബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2.65 ആ റേഞ്ചിൽ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് നിൽക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു പവർ ലോസിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 65-70 വാട്ട്സാണ് 4 സ്ക്വയറിൻ്റെ കേബിൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന പവർ ലോസ്. അത് നമുക്കൊരു 45 വാട്ട്സിലേക്ക് ചുരുങ്ങും പവർ ലോസ്. അതായത് വളരെ നോർമലായിട്ടുള്ള ഡിഫറൻസ് ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ ഹീറ്റിങ്ങും അതിൻ്റെ കൂടെ നമ്മൾ വെയിൽ കൊണ്ടിട്ടുള്ള ഹീറ്റിങ്ങും എല്ലാം കൂടെ കൊണ്ട് ഈ കേബിൾസിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് വെള്ളം ചെറുതായിട്ട് അബ്സോർബ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം തുണിയോ കടലാസോ വെള്ളം വലിച്ചെടുക്കുന്ന അതുപോലെയല്ല. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം കേബിളിൻ്റെ കളർ മാറുന്നതും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ട്രിഗർ ചെയ്യാനുള്ളൊരു ഒരു സാഹചര്യം കേബിളുകളിൽ വരാറുണ്ട് നമ്മൾ തീരെ ലോ ക്വാളിറ്റി കേബിളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അത്തരം പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ UVയുടെ എഫക്റ്റുകൾ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ E-beam ക്രോസ് ലിങ്ക്ഡ് കേബിൾസ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. നമ്മൾ 4 സ്ക്വയറിൻ്റെ കേബിളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ കൂടി E-beam ക്രോസ് ലിങ്ക്ഡ് കേബിളുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ആളുകൾ വളരെ വ്യാപകമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ഈ AC കേബിളും ഈ DC കേബിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കേബിളിൻ്റെ ഇൻസുലേഷൻ്റെ കാര്യം പറഞ്ഞു. ചെറുതായിട്ടെങ്കിലും ആ വെള്ളം വലിച്ചെടുക്കാനുള്ളൊരു സാധ്യതയും മറ്റേ UV വരുമ്പോൾ ഡീഗ്രേഡ് ചെയ്യാനുള്ള സാധ്യത, ഇതൊക്കെ ഇൻസുലേഷനുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഈ കണ്ടക്ടറിനകത്തും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. DC കേബിളുകളിൽ വരുന്ന കേബിളിൽ കോപ്പറിൻ്റെ മുകളിൽ ഒരു ടിൻ കോട്ടിംഗ് ഉണ്ടാവും. ടിൻഡ് കോപ്പർ എന്നാണ് പറയാം. ആ ടിൻഡ് കോപ്പർ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഈ കോപ്പർ ക്ലാവ് പിടിച്ച് ദ്രവിച്ച് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ പഴയ ടെലിഫോൺ കേബിളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളവർക്ക് നന്നായിട്ട് കണ്ട് പരിചയമുണ്ടാവും. DC പോകുന്ന സമയത്ത് കേബിൾ ഇല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ടെർമിനൽ. അപ്പോൾ ഇതുപോലെ കേബിൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ടിൻഡ് കോപ്പേഴ്സാണ് ഉപയോഗിക്കുക. അപ്പം സോളാർ DC കേബിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊതുവേ പ്ലാന്റിൻ്റെ ആയുസ്, സിസ്റ്റത്തിൻ്റെ ആയുസ് നമുക്ക് കൂട്ടിക്കിട്ടും. അപ്പം കഴിവതും ഈ പറയുന്ന നോർമൽ AC കേബിളിന് പകരം സോളാർ DC കേബിൾസ് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും നന്നായിരിക്കുക. ഇതുപോലെ ആൾക്കാർ കോസ്റ്റ് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന വേറൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വിസിബിളായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കേബിളായാലും ലൈറ്റ്നിങ് അറസ്റ്റർ ആയാലും ഡൗൺ കണ്ടക്ടർ ആയാലും നമ്മൾ കാണാത്ത കുറേ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളിൽ വരുന്നൊരു സാധനമാണ് ഈ കേബിൾ എൻഡ് പോയിൻറ്റ്സ് അഥവാ കേബിൾ ടെർമിനൽസ് എന്നൊക്കെ പറയുന്നൊരു സാധനം. ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, ഒരു കേബിളിൻ്റെ അറ്റത്ത് ക്രിമ്പ് ചെയ്ത് ചെറിയൊരു റിംഗ് ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ ഒരു പിൻ ഷേപ്പിലുള്ള സാധനങ്ങൾ, വയറ് പിരിഞ്ഞു പോകാതെ, സ്ട്രാൻഡ്സ് പിരിഞ്ഞു പോകാതെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനങ്ങൾ. അത്തരം പിന്നുകളോ ലഗുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെർമിനൽ കണക്റ്റേഴ്സ്, പ്രസ് ലീവ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കേബിൾ പിരിച്ചു കൊടുക്കുമ്പോൾ ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ എല്ലാ സ്റ്റാൻഡും പ്രോപ്പറായിട്ട് ടൈറ്റ് ആവാണ്ടോ നമ്മൾ ലൂസ് ആവുന്നതോ അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ വരും. ഇങ്ങനെ കേബിൾ ലൂസായി കഴിഞ്ഞാൽ ഒന്ന് അവിടെ കോണ്ടാക്ട് റെസിസ്റ്റൻസ് കാരണം നല്ല ഹീറ്റിംഗ് വന്ന് ആ ടെർമിനൽ ഉരുകി പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ നല്ല രീതിക്ക് പവർ ലോസ് ഉണ്ടാവും. അത് DC സൈഡിലൊക്കെയാണ് ഇത്തരം ലൂസായിട്ട് കട്ടിങ് വരുന്നതെങ്കിൽ അവിടെ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ കേബിൾ ടെർമിനലുകൾ അല്ലെങ്കിൽ പ്രസ് ലീവുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇത് ആകെപ്പാടെ എന്താ പറയുക, ചെറിയൊരു സാധനമാണ്, കാഴ്ചയിൽ പെടാൻ സാധ്യതയില്ല. പക്ഷേ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എണ്ണിപ്പറക്കി ഫിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് ലേബർ സൈഡിലും കോസ്റ്റ് കൂടും. പിന്നെ ഉപയോഗിക്കുന്ന പ്രസ് ലീവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് 50 പൈസ തൊട്ട് 4 രൂപ തൊട്ട് പല റേഞ്ചിലും നമുക്ക് പ്രസ് ലീവുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ചിലത് ടിൻ പ്ലേറ്റഡ് കോപ്പർ ആയിരിക്കും, ചിലത് മറ്റ് ഓൾട്ടർനേറ്റ് ഈവൻ സ്റ്റീലിൽ നമുക്ക് ചില കമ്പനികളുടെ സാധനങ്ങൾ കിട്ടാറുണ്ട്.
അപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് അവിടെ നമുക്ക് കോസ്റ്റ് ഡിഫറൻസ് വരും. ഇപ്പം വലിയ വലിയ കണ്ടക്ടേഴ്സൊക്കെയാണ് അലുമിനിയത്തിൻ്റെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ടെർമിനൽ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് അവിടെയും കോസ്റ്റ് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പല ഇൻ്റഗ്രേറ്റേഴ്സ്, നമുക്കിപ്പം സോളാർ ഇൻസ്റ്റലേഷൻ നമ്മൾ കോൺട്രാക്റ്റായിട്ട് നമ്മൾ ആൾക്കാരെ വിളിക്കാറുണ്ട്. അപ്പോൾ പല ആളുകളും നമ്മളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരും ഈ പ്രസ് ലീവുകൾ ഉപയോഗിക്കാറില്ല, പ്രസ് ലീവ് ഉപയോഗിക്കുമ്പോൾ സമയം പോകുന്നു എന്ന് പറയാറുണ്ട്. അപ്പം പ്രസ് ലീവ് ഉപയോഗിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെർമിനൽ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഒരു പരിധിവരെ കസ്റ്റമറുടെ ചോയ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ആൾക്കാർ വളരെ കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്നൊരു സാധനമാണ് MC4 കണക്ടർ. ഈ ഷേപ്പുള്ള MC4 കണക്ടറിൻ്റെ ഷേപ്പുള്ള എല്ലാ കണക്ടേഴ്സും MC4 ആണ്, എല്ലാം സെയിം ആണ്, ഒരുപോലെയാണ് എന്ന് പലരും വിചാരിക്കാറുണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ അകംവശം ഒരുപോലെയല്ല. ചില MC4 കണക്ടറിൻ്റെ ഉള്ളിൽ ഒരു സ്പ്രിങ് പോലെ അഡീഷണൽ ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കോണ്ടാക്ട്സ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കാൻ അത് സഹായിക്കും. അതായത് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ MC4 കണക്ടേഴ്സൊക്കെ നമുക്കൊരു 18 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. MC4 കണക്ടർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്ന് സ്റ്റാബിലി എന്നും അറിയപ്പെടുന്ന മൾട്ടി കണക്ട് എന്ന് പറയുന്ന പഴയ കമ്പനി, മൾട്ടി കണക്ട് ഇന്ന് സ്റ്റാബിലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കമ്പനി. അപ്പോൾ അവരാണ് മാർക്കറ്റിലേക്ക് സാധനം കൊണ്ടുവന്നത്. സ്റ്റാബിലിയുടെ ഒക്കെ ഒരു MC4 കണക്ടർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ മോഡലും ടൈപ്പും തരം അനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം 70 രൂപ തൊട്ട് 350-400 രൂപ വരെയുള്ള റേഞ്ചിൽ ഈ സാധനം അവൈലബിൾ ആണ്. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു 120 രൂപ റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റാണ്. അപ്പം ഇതിൽ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ളതും കസ്റ്റമറുടെ ചോയ്സാണ്. പക്ഷേ എന്തായാലും ഒരു നോർമൽ സ്ട്രിങ് ഇൻവെർട്ടർ പ്രോജക്റ്റിൽ നമുക്ക് ഈ 34, 35, 40 രൂപ വരുന്ന റേഞ്ചിലുള്ള MC4 കണക്ടേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും വലിയ കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. സ്ട്രിങ് ഇൻവെർട്ടേഴ്സിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ MC4 കണക്ടർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷേ മൈക്രോ ഇൻവെർട്ടറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ 5 കിലോവാട്ടിൻ്റെ പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 20 MC4 കണക്ടേഴ്സ് കയറും. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടെ നല്ല ബ്രാൻഡും നല്ല ക്വാളിറ്റിയും വെച്ചില്ല എന്നുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ കേബിളിൻ്റെ സൈസ്, ഈ പറഞ്ഞ കേബിൾ ടെർമിനലുകൾ, പ്രസ് ലീവ് അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ വരുന്നത് ഈ പറഞ്ഞ MC4 കണക്ടർ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഇലക്ട്രിക്കൽ സൈഡ് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ബാക്കി നമുക്ക് കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ലൈറ്റ്നിങ് അറസ്റ്ററും പിന്നെ എർത്തിങ്ങും ചെയ്യുമ്പോഴും നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും. ചില ആളുകൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ പഴയ വീടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ 2 അടിയുടെ GI പൈപ്പ് അടിച്ച് കയറ്റി അതാണ് എർത്ത് എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴും എർത്തിങ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് സോളാർ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 4 അടി എടുത്ത് ഒരു കുഴിയെടുത്ത് അതിനകത്ത് മണ്ണ് ഫുള്ള് നീക്കി മണ്ണ് പുറത്തെടുത്ത് അതിനെ കോമ്പൗണ്ടായിട്ട് മണ്ണും കോമ്പൗണ്ടും കെമിക്കൽ എർത്തിങ് ആണ് ചെയ്യാറ്. ആ കെമിക്കൽ എർത്തിങ്ങിന് ഉപയോഗിക്കുന്ന കോമ്പൗണ്ടും മണ്ണും മിക്സ് ചെയ്ത് രണ്ടാമത് ഫില്ല് ചെയ്ത്, ഇപ്പോൾ മൈക്രോ ഇൻവെർട്ടർ പ്രോജക്റ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് 3 എർത്ത് പിറ്റ് എടുക്കും. സ്ട്രിങ് ഇൻവെർട്ടർ വരുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് 4 എർത്ത് പിറ്റ് എടുക്കും. ഈ 4 എർത്ത് പിറ്റും എടുക്കും എന്ന് മാത്രമല്ല, ഈ പിറ്റുകൾ തമ്മിൽ ബെയർ കോപ്പർ വയർ വെച്ചിട്ട് ഗ്രൗണ്ട് ലെവലിൽ തന്നെ നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്യുകയും ചെയ്യും. അത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എർത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഉൾപ്പെടെ നമുക്ക് കോസ്റ്റ് വ്യത്യാസം വരും. ലേബർ കണ്ടമാനം മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ 4 കുഴി എടുക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഴിയെടുക്കാനായിട്ട് 2 ആൾക്കാരെ ചിലപ്പോൾ നിർത്തേണ്ടി വരും ചില സൈറ്റുകളിലൊക്കെ. ചില സൈറ്റുകളിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുഴിയെടുക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ലേബർ അവിടെ ചേഞ്ചസ് വരും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം ആൾക്കാർ പലപ്പോഴും തെറ്റായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് അറസ്റ്ററാണ്. ലൈറ്റ്നിങ് അറസ്റ്റർ പാനലിനേക്കാളും ഒരു ഉയരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ്നിങ് അറസ്റ്റർ ആയെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷേ ലൈറ്റ്നിങ് അറസ്റ്ററിന് ഇതിൻ്റെ ഒരു പല കാൽക്കുലേഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ എത്ര ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യും, അത് നമ്മൾ ചൂസ് ചെയ്യുന്നൊരു പ്രൊട്ടക്ഷൻ ബെഞ്ച് മാർക്ക് കൂടി ഉണ്ട്. അതായത് നമുക്ക് വലിയ പ്രൊട്ടക്ഷൻ വേണോ, ചെറിയ പ്രൊട്ടക്ഷൻ വേണോ, ഒരു മോഡറേറ്റ് വേണോ. സോളാർ പാനലുകളുടെ കേസിലൊക്കെ നമ്മളൊരു മോഡറേറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് കാൽക്കുലേഷൻ എടുക്കാറ്. മോഡറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ലെവൽ 1 തന്നെയാണ് നമ്മൾ പോകാറ്. അപ്പം 45 ഡിഗ്രിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് ലൈറ്റ്നിങ് അറസ്റ്ററിന് ഹൈറ്റ് വേണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏകദേശം 4.5 മീറ്റർ ഹൈറ്റിൽ, അതായത് 4.5 മീറ്റർ ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രി കോൺ വെച്ച് കഴിഞ്ഞാൽ ആ ഫുൾ സർക്കിളിൽ നമുക്ക് പാനലിന് പ്രൊട്ടക്ഷൻ കിട്ടും. അത്രയും ഹൈറ്റിൽ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡൗൺ കണ്ടക്ടർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 ഓമിൽ താഴെ റെസിസ്റ്റൻസ് വരുന്നതും 6 കിലോ ആംപിയർ വന്നു കഴിഞ്ഞാൽ 3 സെക്കൻഡ് ഈ കണ്ടക്ടർ ഉരുകി പോകാതിരിക്കണം.
അപ്പോൾ അത്രയും തിക്നെസ്സുള്ള കണ്ടക്ടർ ഉപയോഗിക്കണം. അത് നമ്മളിപ്പം അലുമിനിയമാണ് ഉപയോഗിക്കാറ്. എന്തുകൊണ്ട് കോപ്പർ ഉപയോഗിച്ചുകൂടാന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പക്ഷേ കോപ്പർ ഉപയോഗിക്കുമ്പം കോപ്പറിന് മാത്രം 36,000 രൂപ വരും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4,000 രൂപ താഴെ ചിലവിൽ നമുക്ക് കണ്ടക്ടറുടെ വില തീരും. അപ്പം ഈ എർത്തിങ്ങിൻ്റെ സാധനങ്ങൾ മാത്രം, അതായത് എർത്തിൻ്റെ കോമ്പൗണ്ട്, പിന്നെ റോഡ്, ഡൗൺ കണ്ടക്ടർ, ലൈറ്റ്നിങ് അറസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അതിൻ്റെ മറ്റേ ചേമ്പർ, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആക്സസറീസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ എർത്ത് പിറ്റിൻ്റെ മെറ്റീരിയൽ മാത്രം നമുക്ക് ഏകദേശം 6,000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചേമ്പറിൻ്റെ FRPയുടെ മെറ്റീരിയൽ നമ്മൾ മാറ്റുന്നത് തൊട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. കോമ്പൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിക്കാതിരിക്കുക, റോഡ് ചുറ്റിയൊക്കെ അടിച്ച് താഴ്ത്തുക, ഇങ്ങനെ പല രീതിക്ക് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂഫ് ടോപ്പ് പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എർത്ത് റെസിസ്റ്റൻസ് 5 ഓമിന് താഴത്തേക്ക് വരണം. 5 ഓമിന് താഴത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. ഇപ്പം കോസ്റ്റൽ ഏരിയകളിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ ഒരു കുഴിയിൽ കമ്പി കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 5 ഓമിൽ താഴെ റെസിസ്റ്റൻസ് കിട്ടും. പക്ഷേ മലയോര മേഖലയിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കുഴി പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വേനൽക്കാലത്ത് റെസിസ്റ്റൻസ് കിട്ടാൻ, ഈ പറയുന്ന 5 ഓമിന് താഴെ റെസിസ്റ്റൻസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ 5 ഓമിന് താഴെ റെസിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ എർത്ത് പിറ്റ് ഉണ്ടാക്കി, ലൈറ്റ്നിങ് അറസ്റ്റ്, ഡൗൺ കണ്ടക്ടർ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറേ കണക്ഷൻസ് ബാക്കിയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രക്ചർ എർത്ത് ചെയ്യണം, പിന്നെ AC സൈഡ്, DC സൈഡ് ഉണ്ടെങ്കിൽ DC സൈഡ് എർത്ത്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2 കിലോയോളം കോപ്പറും ഇതിനകത്ത് നമുക്ക് അഡീഷണൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന എർത്ത്, ഇലക്ട്രിക്കൽ വയറിങ്, ഈ പറയുന്ന എല്ലാ സാധനത്തിലും നമ്മൾ മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ സൈഡിലെ മൊത്തം മെറ്റീരിയൽ പർച്ചേസിന് നമ്മൾ ഏകദേശം ഒരു 25,000 രൂപയോളം നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറും ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു പരിധി വരെ കസ്റ്റമർ ചോയ്സ് തന്നെയാണ്. നമ്മൾ പൊതുവേ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് ബേസ് സ്ട്രക്ചർ GIO എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും ഒടുവിൽ പാനൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പർലിങ് വെക്കുമ്പോൾ നമ്മൾ അലുമിനിയം ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഫ്ലാറ്റ് റൂഫിൽ കംപ്ലീറ്റ്ലി GI വെച്ച് മാത്രം നമ്മൾ സ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു 16 ഗേജിൻ്റെ GI ഉപയോഗിക്കുകയാണെങ്കിൽ, GI അല്ല GP പൈപ്പുകൾ, GP പൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 8,000 രൂപയോളം വില വരുന്ന മെറ്റീരിയലുകൾ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അത് നമുക്ക് വീണ്ടും കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1.25-ൻ്റെ പൈപ്പ് വാങ്ങുന്നതിന് പകരം 1 ഇഞ്ചിൻ്റെ അതിലും താഴെയുള്ള പൈപ്പ് മേടിച്ച് കഴിഞ്ഞാലും പാനൽ അതിൻ്റെ മുകളിൽ നിൽക്കാണ്ടൊന്നും നിൽക്കില്ല. പക്ഷെ എന്നാലും ഒരു മോഡറേറ്റ് ആയിട്ട് നമ്മളൊരു ക്വാളിറ്റി എൻഷുർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ റൂഫ് ഡ്രില്ല് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 8,000 രൂപയുടെയെങ്കിലും GP മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അതിപ്പോൾ നമ്മൾ ടാറ്റ സ്റ്റീലിനൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റ് നല്ല രീതിക്ക് പിന്നെയും കൂടും. ഇതിപ്പോൾ നമ്മളൊരു മോഡറേറ്റ് ബ്രാൻഡ്, ഇപ്പോൾ അപ്പോളോ പോലുള്ള ബ്രാൻഡ് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഏകദേശം 8,000 രൂപയോളമുള്ള GI മെറ്റീരിയൽ നമ്മൾ വാങ്ങിക്കണം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ അലുമിനിയം പർലിങ്ങുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും നമുക്ക് ഏകദേശം ഒരു 10,000 രൂപയോളം അഡീഷണൽ കോസ്റ്റ് കൂട്ടണം. അപ്പം ഒരു 18-19 രൂപയോളം നമ്മൾ ഈ പറയുന്ന ടോട്ടൽ സ്ട്രക്ചർ മെറ്റീരിയലിന് മാത്രം നമ്മൾ കണക്കാക്കണം. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് വേണ്ടിയിട്ട് വരുന്ന മെറ്റീരിയൽസാണ്. ഈ മെറ്റീരിയൽസ് എങ്ങനെ ചൂസ് ചെയ്യണം, ഏതെടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ട് എന്ന് പറയുന്നത് ലേബർ പാർട്ടാണ്. അതിൽ ലേബറിൽ ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ലേബർ ഉണ്ട്, നമുക്ക് ഈ പറയുന്ന സ്ട്രക്ചർ സൈഡിൽ വരുന്ന ലേബർ ഉണ്ട്. അത് കമ്പൈൻഡ് ആയിട്ട് ചെയ്യും, കമ്പൈൻഡ് അല്ലാണ്ട് ചെയ്യും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് ചെയ്തു വരുന്നത്. അതിൽ നമ്മളിപ്പോൾ ഒരു 3 കിലോവാട്ടിൻ്റെ ഒക്കെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത്, 5 കിലോവാട്ടിൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്തും പെർ കിലോ വാട്ടിൽ നമ്മൾ ലേബർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അതിൽ 3 കിലോവാട്ടിൻ്റെ ഒരു പ്രോജക്റ്റിലൊക്കെ നല്ല വൃത്തിക്ക് എർത്തിന് കുഴിയെടുത്ത് പ്രോപ്പറായിട്ട് ക്രിമ്പ് ചെയ്ത് DB വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് എല്ലാം നല്ല വൃത്തി ചെയ്യുകയാണെങ്കിൽ ഒരു 12,000 രൂപ വരെയുള്ള ലേബറൊന്നും അത്ര കൂടിയ ലേബറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു 8,000 രൂപയ്ക്ക് വരെ ശരാശരി ഇതിൽ നമുക്ക് പ്രോജക്റ്റ് ചെയ്ത് തീർക്കാനും പറ്റും. അത് സൈറ്റ് ടു സൈറ്റ് കണ്ടീഷൻ മാറും. 8 തൊട്ട് 12 വരെയുള്ളത് 3 കിലോ വാട്ടിലൊരു ന്യായമായ ഒരു ലേബർ ചാർജാണ്. അതേപോലെ തന്നെ സ്ട്രക്ചറിൻ്റെ കേസ് വരുമ്പോൾ സ്ട്രക്ചറിൻ്റെ കോസ്റ്റ് കുറച്ചുകൂടെ കൂടിയിട്ടായിരിക്കാം. സ്ട്രക്ചറിൻ്റെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 12,000 രൂപയോ അതിൽ കൂടുതലോ വരാനുള്ള സാധ്യത ചെറിയ പ്രോജക്റ്റുകൾ വളരെ കൂടുതലാണ്. ചില കേസിൽ നമുക്കൊരു 18 രൂപ വരെ 3 കിലോ വാട്ടിൻ്റെ ലേബർ പോയ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം സ്ട്രക്ചറും
ഇലക്ട്രിക്കലും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ലേബർ കോസ്റ്റ് നമ്മളൊരു 20,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു കൂടിയ എമൗണ്ട് അല്ല. അതൊക്കെ ഒരു വളരെ സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഫിഗറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷീറ്റ് റൂഫൊക്കെ ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ പണി അറിയാവുന്ന നല്ല പണിക്കാർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കോസ്റ്റ് ഇനിയും കൂടും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പഴയ ഷീറ്റ് ചെയ്ത വീടൊക്കെ ആണെങ്കിൽ ഷീറ്റ് വർക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ആൾക്കാർ കയറി ചവിട്ടി ഷീറ്റൊക്കെ ഓട്ടയായി കഴിഞ്ഞാൽ ഓട്ടയായെന്നേ പിന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷീറ്റ് അറിയുന്ന ആൾക്കാരായിരിക്കണം, പ്ലസ് നമുക്ക് സോളാറിൻ്റെ പണി അറിയുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ലേബർ കോസ്റ്റ് പിന്നെയും കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇലക്ട്രിക്കലിൻ്റെയും സ്ട്രക്ചറിൻ്റെയും ചേർത്തിട്ട് നമ്മൾ 20,000 രൂപ നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ നമുക്കത് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ നമ്മൾ കണക്കാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കോസ്റ്റ് എന്ന് ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും ജസ്റ്റ് നമ്മുടെ ഓഫീസിൽ നിന്ന് മെറ്റീരിയൽ സൈറ്റിലേക്ക് എത്തുന്ന കോസ്റ്റ് മാത്രമേ കണക്കിലെടുക്കാറുള്ളൂ. പക്ഷെ അത് മാത്രം പോരാ. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിലേക്ക് നമ്മൾ മെറ്റീരിയൽ വരുന്നുണ്ട്, ഓഫീസിൽ ഈ സാധനം സോർട്ട് ചെയ്ത് പാക്ക് ചെയ്ത് പിന്നെയാണ് ഈ സാധനം ഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിനിടയ്ക്ക് പല സമയത്ത് ലോഡിങ് അൺലോഡിങ് അഡീഷണൽ കോസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കി ടോട്ടലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 കിലോവാട്ടിൻ്റെ പ്രോജക്റ്റിൽ ഒരു 10,000 രൂപയെങ്കിലും നമ്മൾ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഇനത്തിൽ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ പ്രോജക്റ്റുകൾ ഒറ്റപ്പെട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് 10,000 രൂപയിലും ചിലപ്പം ട്രാൻസ്പോർട്ടേഷൻ നിൽക്കാൻ സാധ്യതയില്ല. പക്ഷേ എന്തായാലും ഒരു ആസ് എ ബെഞ്ച് മാർക്ക് നമുക്കൊരു 10,000 രൂപ ട്രാൻസ്പോർട്ടേഷൻ പറയുന്നതിൽ നമുക്കൊരിക്കലും തെറ്റ് പറയാനില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കോസ്റ്റുകളെ നമ്മളൊന്ന് കൺസോൾഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് ടാക്സ് ഉൾപ്പെടെ പാനലിൻ്റെ വില ഏകദേശം 87,000, പിന്നെ ഇൻവേർട്ടറിൻ്റെ ടാക്സ് ഉൾപ്പെടെ ഏകദേശം 21,000, പിന്നെ ഇലക്ട്രിക്കൽ ഏകദേശം 25, പിന്നെ സ്ട്രക്ചർ മെറ്റീരിയൽ മാത്രം നമ്മൾ അലുമിനിയം പർലിങ് എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 18 രൂപ, പിന്നെ ലേബർ ഏകദേശം 20 രൂപ, ട്രാൻസ്പോർട്ടേഷൻ ഏകദേശം 10 രൂപ, 10,000 രൂപ. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1.8 lakhs റുപ്പീസ് വാങ്ങുന്ന സമയത്തുള്ള ഇതിൻ്റെ എല്ലാ ടാക്സും ഉൾപ്പെടെയുള്ള ഒരു റേറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന സമയത്തുള്ള അതേ ടാക്സ് പാറ്റേണിലല്ല നമ്മൾ കസ്റ്റമർക്ക് ഈ സാധനം കൊടുക്കുന്നത്. അതായത് ടാക്സ് ഇല്ലാതെയുള്ള ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് പിന്നെ നമ്മുടെ ലേബറും ബാക്കിയുള്ള കോസ്റ്റും ചേർത്തിട്ട് ഈ ടോട്ടൽ എമൗണ്ടിന് 70% 30% സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് 70%-ന് 12% നിരക്കിലും 30%-ന് 18% നിരക്കിലും ശരാശരി എടുത്തു കഴിഞ്ഞാൽ 13.5% നിരക്കിലാണ് നമ്മൾ GST കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ കണക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1.62 lakhs 1,62,000 രൂപയാണ് ടാക്സ് ഇല്ലാതെ നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ ലാൻഡിങ് കോസ്റ്റ്, പ്രോജക്റ്റിൻ്റെ ഏകദേശം ലാൻഡിങ് കോസ്റ്റ് നമുക്ക് വരുന്നത്. അതിനെ നമ്മൾ ഈ പറയുന്ന 70ഉം 30ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ്, അതായത് നമുക്ക് ഈ പ്രോജക്റ്റ് സൈറ്റിൽ പോയി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വരുന്ന ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്ലൂഡിങ് ഓൾ ടാക്സ് 1,85,000 രൂപയാണ്. ഇതിനകത്ത് KCB സൈഡിൽ വെക്കേണ്ട ബൈ ഡയറക്ഷൻ മീറ്റർ നമ്മൾ കൂട്ടിയിട്ടില്ല, പിന്നെ KCBയിൽ കൊടുക്കേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾ നമ്മൾ കൂട്ടിയിട്ടില്ല. പിന്നെ ഇതുമായിട്ട് നമ്മൾ ഒരു കമ്പനി എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ 2-3 വേറെ അഡീഷണൽ കോസ്റ്റുകൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരുന്നുണ്ട്, മാർക്കറ്റിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. കാരണം കമ്മീഷനും കാര്യങ്ങളോ ഇല്ലാതെ അല്ലെങ്കിൽ പോസ്റ്റർ, വിസിറ്റിംഗ് കാർഡ്, അഡ്വർടൈസ്മെൻറ്റ് ഇതൊന്നും ഇല്ലാതെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാർക്കറ്റിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ഉണ്ട്. നമ്മൾ സബ്സിഡി പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള സർവീസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അത് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണ്. അത് തന്നെ 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും സൈറ്റ് വിസിറ്റ് പോയി സൈറ്റിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ചെക്ക് ഉണ്ട്, ആ ചെക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഏകദേശം ഒരു സൈറ്റിലേക്ക് 5 വർഷത്തേക്ക് ഏകദേശം ഒരു 15 രൂപയെങ്കിലും കണക്കാക്കണം. അപ്പോൾ ആ കോസ്റ്റ് ഒന്നും കണക്കാക്കാതെ ഡയറക്റ്റായിട്ടൊരു സൈറ്റിൽ വരുന്ന കോസ്റ്റാണ് ഈ പറയുന്ന 1.85 lakhs എന്ന് പറയുന്നത്. ഈ പറയുന്ന കോസ്റ്റിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഏകദേശം ഒരു 4,000 രൂപയും പിന്നെ മാർക്കറ്റിംഗ് കോസ്റ്റായിട്ട് ഒരു 12,000 രൂപയും AMCയുടെ കോസ്റ്റായിട്ട് ഒരു 15,000 രൂപയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ടാക്സ് രണ്ടാമതായിട്ടാണ് വരിക. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ടാക്സ് ഇല്ലാത്ത കോസ്റ്റ് തന്നെ നമുക്ക് ഏകദേശം 1,90,000 വന്ന് നിൽക്കും. ഇതിൻ്റെ കൂടെ ടാക്സും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ തുക എന്ന് പറയുന്നത് 2,15,000 ഡയറക്റ്റ് ലാൻഡിങ്ങിൽ വരികയാണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായി, മെയിൻ്റനൻസായി, അഡ്വർടൈസ്മെൻറ്റായി, മെറ്റീരിയലായി, ഇൻസ്റ്റലേഷനായി, എല്ലാ കാര്യങ്ങളായി. പക്ഷേ
ഇതുകൊണ്ട് ഈ പ്രോജക്റ്റ് തീരുന്നില്ല. കാരണം കമ്പനി ചാരിറ്റിക്കല്ല ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. കമ്പനിക്ക് എന്തായാലും ഒരു മിനിമം പ്രോഫിറ്റ് മാർജിൻ എടുക്കണം. ഇപ്പോൾ ഈ ചിലവെല്ലാം കഴിച്ചാൽ ബാക്കിയുള്ള പ്രോഫിറ്റ് മാർജിൻ നമ്മൾ നെറ്റ് മാർജിൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു 5% എങ്കിലും മാർജിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ പുതിയ ടെക്നോളജി പഠിക്കാനും അതേപോലെ തന്നെ പഴയ പ്രൊജക്റ്റുകൾ ചെയ്തതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താൻ, പിന്നെ കംപ്ലയിൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് സപ്ലയറുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് കവർ ചെയ്യാൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരം റിസ്ക്കുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പ്രൊജക്റ്റ് നടക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരു വെയിലോ മഴയോ മാറി വരുമോ അല്ലെങ്കിൽ ഒരു കറണ്ട് പോക്കോ പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ പ്രൊജക്റ്റ് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഒരു മിനിമം ഒരു 2% എങ്കിലും നമ്മൾ ഇതിനകത്തൊരു റിസ്ക് അലോക്കേഷൻ ഇടണം. അപ്പോൾ ആ റിസ്ക് അലോക്കേഷനും പിന്നെ കമ്പനിയുടെ മാർജിനും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2,30,000-നെങ്കിലും ഈ പ്രോജക്റ്റ് ചെയ്താൽ മാത്രമേ ഇത് സസ്റ്റൈനബിളായിട്ട് മുന്നോട്ട് പോകാനൊരു സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കോസ്റ്റിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഏകദേശം 10,000 രൂപയോളാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് മാർജിൻ വരുന്നതെങ്കിൽ ഇതിനകത്ത് വരുന്ന ടോട്ടൽ ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത് 30,000 രൂപയോളം വരുന്നുണ്ട്. ഈ കോണ്ടെക്സ്റ്റിലല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു കോണ്ടെക്സ്റ്റിൽ അതിൻ്റെ റിഫ്ലക്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം മാർജിൻ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 2,30,000 രൂപയ്ക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ശരാശരി ഒരു ഇൻ്റഗ്രേറ്റർ, വെച്ചാൽ നാട്ടിൽ പല ടൈപ്പ് ഇൻ്റഗ്രേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു ഇൻ്റഗ്രേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു 2,30,000 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഈ പറയുന്ന 5 വർഷത്തെ സപ്പോർട്ട് നിന്ന് ലോങ് ടേമിൽ ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആ റേറ്റിനല്ലല്ലോ 1,90,000-നും ഈ പറയുന്ന 1,65,000 വരെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് ഈ പ്രോജക്റ്റ് എങ്ങനെ ഈ കോസ്റ്റിന് ചെയ്യാൻ പറ്റുന്നു, അവരെവിടെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് എവിടെയാണ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുക, ഇതും കൂടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും വരെ പറഞ്ഞത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റിഫ്ലക്ഷൻസ് വരിക, ഇതിൽ നിങ്ങൾ ഏത് ചോയ്സ് എടുക്കണം, ഇതാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇതിൽ ഇപ്പം നമ്മളോടൊത്ത് വരുന്ന പല കസ്റ്റമേഴ്സും നമ്മളോട് ഇൻഫോർമലായിട്ട് കാഷ്വലായിട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യം, ബാക്കി എമൗണ്ട് ക്യാഷായിട്ട് തന്നാൽ മതിയോ, ബില്ല് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. നമ്മൾ ഇതിനകത്ത് ലേബർ, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, AMC, ഈ സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അഡീഷണലായിട്ട് വരുന്ന സർവീസുകളാണ്. ഈ സർവീസുകൾ നമ്മൾ പ്രോപ്പറായിട്ട് ബില്ലിൽ കാണിക്കാതിരുന്ന് കഴിഞ്ഞാൽ, അതായത് ഈ വരുന്ന അഡീഷണൽ കോസ്റ്റ് മൊത്തമായിട്ട് നമ്മൾ ബില്ലിൽ കാണിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ടാക്സ് അടയ്ക്കുക എന്നുള്ളൊരു ഹെഡേക്കിനകത്ത് തന്നെ നമുക്ക് ഏകദേശം 6,000-7,000 രൂപയോളം നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കോസ്റ്റ് കട്ടിങ്. രണ്ടാമത്തെ ഒരു കോസ്റ്റ് കട്ടിങ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നമ്മൾ വെറുതെ ഒരു കമ്പി എടുത്ത് നിലത്ത് കുത്തി കഴിഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ ആവശ്യത്തിനുള്ള എർത്ത് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഈ എർത്തിങ് നെയിം സേക്കിന് 4 കുറ്റി അടിച്ചിട്ട്, അല്ലെങ്കിൽ ഈവൻ കോമ്പൗണ്ട് മിക്സ് ചെയ്യുന്ന പോലും പ്രോപ്പറായിട്ട് കുഴിയെടുക്കാതെ ജസ്റ്റ് കോമ്പൗണ്ട് പേരിന് മിക്സ് ചെയ്ത് ഡൗൺ കണ്ടക്ടർ താഴത്തേക്ക് അടിച്ച് വിട്ട് കഴിഞ്ഞാലും എർത്തിങ് ഉണ്ടോ ലൈറ്റ്നിങ് അറസ്റ്റ് ഉണ്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ കോപ്പറിൻ്റെ പ്ലേറ്റിങ്ങിനകത്തുള്ള കോംപ്രമൈസ് ചെയ്യുന്ന എലമെൻറ്റ് തൊട്ട് നമ്മൾ പല സ്ഥലത്തും കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇനത്തിൽ നമുക്ക് ഈ പറഞ്ഞ ലേബർ ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഒരു 6,000 രൂപയോളം നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. അതായത് കുഴി വൃത്തിക്ക് എടുക്കില്ല, ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്ത് കട്ട് ചെയ്ത് കുറയ്ക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5,000-6,000 രൂപ വരെ എന്തായാലും നമുക്ക് ഈ പറയുന്ന എർത്തിങ് അല്ലെങ്കിൽ ആ പ്രൊട്ടക്ഷൻ സൈഡിൽ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കോസ്റ്റ് സേവിങ് എന്ന് ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ പിന്നെ വരുന്നൊരു കോസ്റ്റ് കട്ടിങ് പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്തൊരു കസ്റ്റമറെ നമ്മൾ തിരിഞ്ഞു നോക്കണം നമുക്ക് വാശിയൊന്നുമില്ല. അപ്പോൾ പല കസ്റ്റമേഴ്സ് നമ്മളോടത് പറയാറുണ്ട്, ഈ സിസ്റ്റത്തിന് എന്താ മെയിൻ്റനൻസ് വരുന്നത്, ആകെ പാനൽ ക്ലീൻ ചെയ്യുന്നല്ലേ, അത് ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം. ശരിക്കും പറഞ്ഞാൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പാനൽ ക്ലീൻ ചെയ്യുന്നതൊന്നുമല്ല. പാനൽ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സർവീസിനകത്ത് സ്കോപ്പിൽ വരുന്ന കാര്യമേ അല്ല. ഒന്ന് ഈ പറയുന്ന നമ്മൾ ഈ ക്രിമ്പ് ചെയ്ത് എല്ലാ ജോയിൻസും നമ്മൾ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് വരുന്ന ആ എക്സ്പാൻഷൻ, ആ ഒരു കോൺട്രാക്ഷൻ വരുന്ന സമയത്ത് ജോയിൻറ്റുകൾ ലൂസാവാം. ഏറ്റവും മേജറായിട്ട് നമ്മൾ കാണുന്നൊരു പോയിൻ്റ് അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റുകൾ ലൂസാവാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DVയുടെ ഉള്ളിലും പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ചെറുതേനോ അല്ലെങ്കിൽ ചെതലോ കടന്നിലൊക്കെ കൂടി ഇട്ടിട്ട് അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. പിന്നെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ അത് മാറ്റി വെക്കാനുള്ള സമയമായിട്ടുണ്ടാവാം. ചിലപ്പോൾ ബ്രേക്കറുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്. അത് പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ബ്രേക്കർ മാറ്റി വെക്കുന്ന സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല.
പിന്നെ ഈ എർത്ത് റെസിസ്റ്റൻസ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കണമെന്നില്ല. എർത്ത് റെസിസ്റ്റൻസ് വാല്യൂസ് ചിലപ്പോൾ കാലാവസ്ഥ അനുസരിച്ചും സമയം അനുസരിച്ചിട്ട് മാറാം. പിന്നെ ഈ MC4 കണക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ പണിയെടുക്കുന്ന ആൾക്കാർ പണിയെടുക്കുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പം എന്തെങ്കിലും പെർഫെക്ഷൻ ഇഷ്യൂസ് കാരണം അതിനകത്ത് വെള്ളം കയറിയിട്ടോ അല്ലാണ്ടോ എന്തെങ്കിലും തരത്തിൽ MC4 കണക്ടർ എന്താ പറയുക എന്തെങ്കിലും ജോയിൻ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. അത് നമ്മൾ ഈ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്ത ആ സെയിം ഡേയിൽ നമുക്ക് ചിലപ്പോൾ അത് തിരിച്ചറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും അതേപോലെ തന്നെ ഈ പാനലിനകത്ത് വരുന്ന ഡാമേജുകൾ നമുക്ക് മുൻകൂട്ടി കണ്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പാനലുകൾ നമ്മൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ പാനലിലെ വാറൻറ്റിയൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഹോട്ട്സ്പോട്ടൊക്കെ വന്നിട്ട് ഫിസിക്കൽ ഡാമേജ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് അത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും വാറൻറ്റി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ആ സിസ്റ്റത്തിൻ്റെ ചുറ്റുപാടുകൾ നോക്കി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ AMC അവിടെ നിന്ന് മാറുകയാണ്. അപ്പോൾ ആ AMCയുടെ കോസ്റ്റ് നമുക്കതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഏകദേശം 15,000 രൂപ ഡയറക്റ്റായിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ഇലക്ട്രിക്കലിൽ കോംപ്രമൈസ് ചെയ്യുന്നു, പിന്നെ ടാക്സ് നമ്മൾ ഒഴിവാക്കുന്നു, പിന്നെ AMC നമ്മൾ ഒഴിവാക്കുന്നു. പിന്നെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചർ മെറ്റീരിയൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഓരോ പോയിന്റും നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏകദേശം 35,000 രൂപ വരെ നമുക്കിങ്ങനെ കോംപ്രമൈസ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. ഇത് പക്ക കോസ്റ്റ് കട്ടിംഗ് എന്ന് മാത്രമേ പേഴ്സണലായിട്ട് ഞാൻ പറയുള്ളൂ. പക്ഷേ ഇതിൽ നമുക്കൊരു ഡിഫെൻസ് പോയിന്റ്, പക്ഷേ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ ഇതിൻ്റെ ഒരു ഡിഫെൻസ് പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ തറവാട് വീട് എന്ന് പറയുന്നത് 40 വർഷം മുന്നേ വയർ ചെയ്തിട്ടുള്ള സാധനമാണ്. അവിടെ ഈ പറയുന്ന ക്രിമ്പിങ്ങും ഒരു സാധനം ചെയ്തിട്ടില്ല. അവിടെ അപ്പൂപ്പനൊന്ന് 2 അടിയുടെ പൈപ്പ് അടിച്ച് കയറ്റിയതാണ്. ഇന്ന് വരെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതൊരു വാലിഡ് ആർഗ്യുമെൻ്റ് ആണ് ഒരു പരിധി വരെ. പിന്നെ തിരിച്ച് ഇപ്പോൾ പുതിയ വീടുകൾ എടുത്താലും പുതിയ വീടുകളിൽ നമ്മൾ സ്വിച്ച് ബോർഡിനകത്തേക്കുള്ള വയറിങ് പോകുന്ന സമയത്ത് അവിടെ ആരും ഈ പറയുന്ന ടെർമിനൽ കണക്ടേഴ്സോ അല്ലെങ്കിൽ പ്രസ് ലീവോ ഉപയോഗിച്ച് ക്രിമ്പ് ചെയ്തിട്ടൊന്നല്ല സ്വിച്ച് ബോർഡിലേക്ക് ഈ വയർ കയറ്റി വിടുന്നത്. അവിടെയും പിരിച്ചിട്ട് തന്നെയാണ് കയറ്റി വിടുന്നത്. അപ്പം ഈ വയർ പിരിക്കൽ നമുക്ക് അവിടെ ഒഴിവാക്കി എന്താ കുഴപ്പമെന്നുള്ളതൊക്കെ ക്രിമ്പ് ചെയ്യുന്നത് ഒഴിവാക്കി എന്താ കുഴപ്പമെന്നുള്ളതൊക്കെ ആൾക്കാർക്ക് ചോദിക്കാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ബീം ക്രോസ് ലിങ്ക്ഡ് പോളിമറൈസ്ഡ് കേബിൾ ഉപയോഗിക്കണം എന്നുള്ളത്. എന്തായാലും കോണ്ടിയൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നൊരു സാധനമാണ്. അത് നോർമൽ സോളാർ കേബിൾ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവിടെ നമുക്ക് തെറ്റ് പറയാനൊന്നുമില്ല. പിന്നെ എർത്തിങ്ങിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടെ ആവർത്തിക്കണം. അതായത് നമ്മൾ വെറുതെ അടിച്ച് കയറ്റി കഴിഞ്ഞാലും പല സ്ഥലത്തും നമുക്ക് ആവശ്യത്തിന് എർത്ത് റെസിസ്റ്റൻസ് കിട്ടുമ്പോൾ അതിന് നമ്മൾ ഇത്രയും കാശ് ഇറക്കണം. പിന്നെ കേബിൾ കൃത്യമായിട്ട് ക്ലാമ്പ് ചെയ്ത് ഇറക്കാതെ അല്ലെങ്കിൽ ക്ലാമ്പുകൾ തമ്മിലുള്ള ദൂരം കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ലേബറിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ മുകളിൽ പാനലിന് ചുറ്റും കേബിൾ കോണ്ടിയൂട്ടർ കൂടെ പോകുന്നതിന് പകരം ജസ്റ്റ് കോണ്ടിയൂട്ടറിലൂടെ പോയി കോണ്ടിയൂട്ടർ ക്ലാമ്പ് ചെയ്യുന്നതിന് പകരം കേബിൾ ടൈറ്റ് അടിച്ച് വിട്ട് കഴിഞ്ഞാൽ ലേബർ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊന്നും കോസ്റ്റ് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രോജക്റ്റുകളിലൊന്നും ഇതിൻ്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല. അതിന് സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഒരു അനലോഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെൽമെറ്റ് ഇട്ട് ബൈക്ക് ഓടിക്കണമെന്ന് വലിയ വാശിയൊന്നുമില്ല. ഹെൽമെറ്റ് ഇടാണ്ട് ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാലും ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത് എത്താറുണ്ട് എന്ന് പറയുമെങ്കിലും ഒരു ആക്സിഡൻറ്റ് വരുമ്പോഴാണ് ഹെൽമെറ്റിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നത്. അതിപ്പം മറ്റേ ഫുട്പാത്തിൽ നിന്ന് ഇപ്പം 100-300 രൂപ അല്ലെങ്കിൽ 500 രൂപയുടെ ഉള്ളിലുള്ള ഹെൽമെറ്റ് വേണം, അതൊരു 3000 രൂപ കൊടുത്ത് നല്ല ഹെൽമെറ്റ് വേണോ എന്നുള്ളതൊക്കെ അവനവൻ്റെ ചോയ്സാണ്. അതേപോലെ തന്നെ ബൈക്ക് വാങ്ങുന്ന സമയത്ത് 100cc ബൈക്ക് വേണോ അതോ 1000cc ബൈക്ക് വേണോ എന്നുള്ളതൊക്കെ അവരവരുടെ ചോയ്സാണ്. അപ്പം എത്രമാത്രം വൃത്തിയായിട്ടും സേഫായിട്ടും ഈ സിസ്റ്റം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും ചോയ്സാണ്. അപ്പോൾ അതിൽ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വരും വരായികൾ അനുഭവിക്കേണ്ട ആൾക്കാരും നിങ്ങൾ തന്നെയാണ്. എല്ലാ പ്രാവശ്യവും ഇത് വലിയ പ്രശ്നത്തിലേക്ക് എത്തുമൊന്നുമില്ല. ഇപ്പം സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം പ്രീമിയം കസ്റ്റമേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എൻഫേസ് മൈക്രോ ഇൻവെർട്ടറാണ്. ഓരോ പാനലും സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, പ്രൊഡക്ഷൻ മോണിറ്റർ ചെയ്യുക, കൺസംഷൻ മോണിറ്റർ ചെയ്യുക, ഇങ്ങനെ പല അഡ്വാൻറ്റേജും കണ്ടിട്ടാണ് ആൾക്കാർ, പിന്നെ 25 വർഷം വരെയുള്ള റീപ്ലേസ്മെൻറ്റ് വാറണ്ടി, ഇങ്ങനെ പല അഡ്വാൻറ്റേജും കണ്ടിട്ടാണ് ആളുകൾ മൈക്രോ ഇൻവെർട്ടർ എൻഫേസിലേക്ക് പോകുന്നത്. അവിടെ തന്നെ ചില ആളുകൾ കോസ്റ്റ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോണിറ്ററിങ്ങിനകത്തുള്ള കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് CTകളൊക്കെ ഒഴിവാക്കും. അപ്പോൾ ഒഴിവാക്കുമ്പോൾ വെച്ചാൽ കൊട്ടേഷൻ വെച്ച് നോക്കുമ്പോൾ എൻഫേസ് മൈക്രോ ഇൻവെർട്ടറിൻ്റെ കൊട്ടേഷനാണ്. പക്ഷേ CT ഇല്ലാത്തതുകൊണ്ട് ഒരു 10,000 രൂപയോളം കോസ്റ്റ് മാറിയിട്ടുണ്ട്. പക്ഷേ പണി കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുക ഇതിൽ
മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടാണ് കോസ്റ്റ് കോംപ്രമൈസ് ചെയ്തത്. അപ്പം മെറ്റീരിയൽ എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ബിൽ ഓഫ് മെറ്റീരിയൽസ് വാങ്ങിക്കുക, പ്രൊസീജിയർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ കോസ്റ്റ് കട്ടിങ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിനെ കുറിച്ചും പിന്നെ ക്വാളിറ്റിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ പറയുമ്പോൾ സ്വാഭാവികവും നിങ്ങളുടെ ഭാഗത്തൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നുണ്ട്, അപ്പം ക്വാളിറ്റിയെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഈ ക്വാളിറ്റി സ്റ്റിൽ ഒരു കസ്റ്റമർ സൈഡിൽ എങ്ങനെ നമുക്ക് ഉറപ്പ് വരുത്താം എന്നുള്ളത് ഞങ്ങളുടെ ഭാഗത്ത് വാഹിനി ഗ്രീൻ ടെക്നോളജീസിൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയാം. ഒന്ന്, നമ്മുടെ കൊട്ടേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കുന്നത്. അതായത് നമ്മൾ സൈറ്റിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളുടെ ഐറ്റം ലിസ്റ്റ് വിത്ത് ക്വാണ്ടിറ്റി ഏകദേശം ഒരു 90-99% വരെ ആക്യുറസിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രൊജക്റ്റുകൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടും അല്ലാതെയൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളൊരു ചെക്ക് ലിസ്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു QC ടീമുണ്ട്. അപ്പം ഏത് പ്രൊജക്റ്റ് കഴിഞ്ഞാലും പ്രൊജക്റ്റ് ടീം അല്ലാതെ തന്നെ QC ടീം വന്ന് ഈ സൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും കസ്റ്റമറുടെ കൂടെ നിന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ആസ് പെർ സ്റ്റാൻഡേർഡ്സ് ആണ് ഈ സാധനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താനുള്ള എഫേർട്സ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള AMC മെയിൻ്റെനൻസ് പ്രാക്ടീസ് വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ഒരു കാര്യം നമ്മൾ നമ്മുടെ കസ്റ്റമറായിട്ടുള്ള ഇതിൽ നമ്മളൊരു സ്റ്റാമ്പ് പേപ്പർ എഗ്രിമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അതായത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ കോസ്റ്റിംഗ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് കട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി ഈ പ്രോജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചു എന്നോ ചതിച്ചു എന്നോ പറയുന്നതിൽ ഈ ഇൻസ്റ്റലേഷൻ്റെ സൈഡിൽ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രസക്തി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഒരു തിരഞ്ഞെടുപ്പാണ്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഇത്രയും പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, സോളാർ ഇന്ന് പലർക്കും ഒരു ലക്ഷറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ടോ കോസ്റ്റായിട്ടൊക്കെ തോന്നുമെങ്കിലും ഒരു 2-3 വർഷത്തിനകം സോളാർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു വീടുണ്ടാക്കുക അല്ലെങ്കിൽ വീട് കെട്ടുക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വൈറ്റലായിട്ടുള്ളൊരു പാർട്ടായിട്ട് മാറുകയാണ്. അപ്പം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നല്ലൊരു ഇൻറ്റഗ്രേറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ചൂസ് ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു ടെക്നിക്കൽ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ.